നമ്മുടെ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു പൊതുവായ പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കലാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ കടക്കേണ്ടതായിട്ടില്ല. കാരണം ഓരോ രംഗവുമായി ബന്ധപ്പെട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇവിടെ അവതരിപ്പിക്കും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം സാമൂഹ്യനീതി അധിഷ്ഠിതമായി സർവതല സ്പർശിയും സമഗ്രവുമായ വികസനം എന്നതാണ് നമ്മളെല്ലാവരും സാധാരണ പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ രൂപം കൊടുത്തിട്ടുള്ള വിവിധ മിഷനുകൾ. അതിലൊന്ന് ഹരിത കേരളമാണ്. ഹരിത കേരളമെന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ ശുചീകരണം അതിന് വളരെ പ്രാമുഖ്യം കൊടുക്കുകയാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല പച്ചപ്പ് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ പച്ചപ്പ് നല്ലതുപോലെ വളർത്താൻ നമുക്ക് കഴിയണം. അപ്പം അതിന് നിലവിലുള്ള മാലിന്യങ്ങളാകെ നിർമ്മാർജ്ജനം ചെയ്യാനാവണം. ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ വളർന്നു വരണം. ഇപ്പോൾ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ പൊതുവെ അഭിനന്ദനാർഹമായ നിലപാടല്ല ആളുകളിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പലയിടത്തും പലതരത്തിലുള്ള സംരംഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വിജയങ്ങൾ നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ മൊത്തമായി വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ ഒരു പുതിയ ബോധത്തിലേക്ക് മാറണം. അതിലൂടെ നാടാകെ ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്ന സ്ഥിതിയുണ്ടാകും. അതിലൂടെ മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല, എല്ലാ രംഗങ്ങളും മാലിന്യമുക്തമാവണം. ഇതിൻ്റെ ഭാഗമായി ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുന്ന പ്രവർത്തനമുണ്ട്. അതിനോടൊപ്പം തന്നെ ജൈവ പച്ചക്കറി കൃഷി ഇപ്പോൾ ഒരു സംസ്കാരമായി വളർത്താൻ നമുക്കായിട്ടുണ്ട്. മിക്കവാറും വീടുകളിൽ ഒരു ഗ്രോ ബാഗെങ്കിലും ഉണ്ട് എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനാവണം. ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അപ്പോൾ കാർഷിക രംഗം, ജലസ്രോതസ് വീണ്ടെടുക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം കൂടുതൽ നമ്മുടെ നാട്ടിൽ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വല്ലാതെ വരുന്നതിൻ്റെ ഭാഗമായി അത് പ്രതിരോധിക്കാൻ കൂടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായുള്ള മരം വെച്ച് പിടിപ്പിക്കലും ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കും ഹരിത കേരളം എന്ന മിഷൻ. പിന്നെ മറ്റ് കാര്യങ്ങൾ ഇവിടെ വിശദമായി സംസാരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ പലതരത്തിലുള്ള പദ്ധതികളിലൂടെ
വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നാം തുടർച്ചയായി നടത്തിയിട്ടുണ്ട്. ദീർഘകാലമായി നാം വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട്. നല്ലൊരു ഭാഗം വീട് നിർമ്മിക്കാൻ കഴിഞ്ഞെങ്കിലും കേരളത്തിലുള്ളൊരു സ്ഥിതി ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടില്ല എന്നതാണ്. വീടില്ലാത്തവർ 3-4 തരക്കാരാണ്. അതിലൊന്ന് പഴയ ചില പദ്ധതിയുടെ ഭാഗമായി വീട് കിട്ടിയവരുണ്ട്. അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് പലതും. അവർക്കിപ്പോൾ അവിടെ താമസിക്കാൻ പറ്റില്ല. വേറൊരു കൂട്ടർ വീടെടുക്കാൻ വേണ്ടി വായ്പ കിട്ടി. ആ വായ്പ കൊണ്ട് വീട് തീരുന്നില്ല, ഇടക്ക് നിന്നുപോയി. ഇപ്പോൾ ഒരു നിവൃത്തിയില്ല, വീടില്ല, ഇടക്ക് നിന്നെടുത്ത് കിടക്കുകയാണ്. വേറൊരു കൂട്ടർ സ്ഥലമുണ്ട്, എന്നാൽ വീടില്ല. പിന്നൊരു കൂട്ടർ സ്ഥലവും വീടുമില്ല. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വീട് നൽകാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഒരു സമഗ്രമായ ഭവന നിർമ്മാണ പദ്ധതി. ഇതിൽ ആദ്യം പറഞ്ഞ വിഭാഗങ്ങൾക്ക് അവർക്കിപ്പോൾ ഒരു സ്ഥലമുണ്ട്, അവിടെ വീടായിരിക്കും വേണ്ടി വരിക. വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് 2 ലക്ഷത്തോളം ആളുകൾ ഈ ഗണത്തിൽപ്പെട്ടവരുണ്ട്. അവർക്കാകെ സ്ഥലമെടുക്കാൻ പുറപ്പെടുമ്പം തന്നെ കേരളത്തിലൊരു പ്രശ്നമാവും. അപ്പോൾ അത് പരിഹരിക്കാനുള്ളൊരു മാർഗം ചിലയിടത്ത് കെട്ടിട സമുച്ചയം നിർമ്മിക്കാനാവും. അപ്പോൾ അങ്ങനെ കൂടുതൽ വീടുകൾ ഒരിടത്ത് തന്നെ ഒരുക്കുന്നു, അവിടെ അവരെ താമസിപ്പിക്കുന്നു. അങ്ങനെ താമസിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സാമൂഹ്യ സുരക്ഷാ ഭാഗവും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവരായിരിക്കും ഈ ഗണത്തിൽപ്പെടുന്നത്. വീട്ടിലൊരാൾക്കെങ്കിലും തൊഴിൽ ഉറപ്പാക്കണം, ഒരാൾക്കെങ്കിലും തൊഴിലുണ്ടാവണം. സർക്കാർ ജോലി കൊടുക്കുക എന്നല്ല, ഏതെങ്കിലും തരത്തിലൊരു തൊഴിലുണ്ടാവണം. അതിന് പറ്റിയ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും, അതിനുള്ള സംവിധാനം ഒരുക്കേണ്ടതായിട്ട് വരും. തൊഴിൽ നൽകാനുള്ള ചില ഏജൻസികളെ ചിലരുമായി ബന്ധപ്പെട്ട് തൊഴിൽ നൽകേണ്ടതായിട്ട് വരും. അതോടൊപ്പം ഈ കുടുംബങ്ങളിൽ വലിയ രോഗം ബാധിച്ചവർ ചിലരുണ്ട്. അവർക്കുള്ള പരിചരണത്തിനുള്ള സൗകര്യങ്ങൾ വേണം. ചിലപ്പോൾ പാലിയേറ്റീവ് കെയർ സംവിധാനം വേണ്ടി വരും. പ്രായമായവരുണ്ട്, അവരുടെ പ്രശ്നം പ്രത്യേകം പരിഗണിക്കേണ്ടി വരും. കുട്ടികളുണ്ട്, വിദ്യാഭ്യാസത്തിൽ അവർക്ക് നല്ലതുപോലെ മുന്നേറാനാവണം. അപ്പം അതിനുള്ള പഠനമുറി, കമ്പ്യൂട്ടർ റൂം, മറ്റ് പശ്ചാത്തല സൗകര്യം, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മുന്നേറാനുള്ള സൗകര്യങ്ങളൊരുക്കൽ, അതിന് ചില സംവിധാനങ്ങളൊരുക്കൽ, ഇങ്ങനെയെല്ലാം കൂടിയുള്ള ഒന്നായിരിക്കും അത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോവുകയല്ല. അങ്ങനെയുള്ളൊരു സംവിധാനം ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല പൊതുവെ ലോകപ്രശസ്തമായതാണ് കേരളത്തിൻ്റെത്. എന്നാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല കുറച്ച് കാലമായി പല രീതിയിലും പിന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ ഒരു ഭാഗം
ഒരു ഭാഗമല്ല, നല്ല ഭാഗം എയ്ഡഡ് സ്കൂളുകളാണ്. സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളുകളുമാണല്ലോ പൊതുവിദ്യാലയങ്ങളിൽ പെടുന്നത്. അപ്പോൾ ഈ സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളുകളും ആ പൊതുവിദ്യാലയങ്ങളാകെ ഒന്ന് പശ്ചാത്തല സൗകര്യം വികസിക്കണം, അതിൻ്റെ അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള സംവിധാനങ്ങളും ഒരുക്കണം. ഇത് 1-ാം തരം മുതൽ 12-ാം തരം വരെ വേണ്ടിവരും. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൂടി ചേർത്തുകൊണ്ട് തന്നെ 1-ാം തരം മുതൽ 12-ാം തരം വരെയുള്ള ക്ലാസ് മുറികളെല്ലാം ഇന്നത്തെ കാലത്തിനനുസൃതമായ ക്ലാസ് മുറികളാക്കി മാറ്റണം. അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ആ സ്കൂളിൽ ഒരുക്കണം. അതിന് പറ്റുന്ന തരത്തിലുള്ള പൊതുവായ മാറ്റം വിദ്യാഭ്യാസ രംഗത്തുണ്ടാവണം. ഇത്തരത്തിൽ അക്കാദമിക് മാറ്റങ്ങൾ മാത്രമല്ല, പശ്ചാത്തല സൗകര്യങ്ങളിലും മാറ്റം വരണം. കെട്ടിടങ്ങളുടെ സൗകര്യം വർദ്ധിക്കണം. ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ, ശുചിമുറികൾ, മറ്റ് കാര്യങ്ങൾ, ലൈബ്രറി, ലാബ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ കെട്ടിടത്തിൽ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള ഒരു ഹൈടെക് സ്കൂൾ എന്ന തരത്തിലേക്ക് മാറുന്ന ഒരു പദ്ധതിയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യരംഗവും ഇതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റേത് ലോകപ്രശസ്തി ആർജിച്ചതാണ്. ആരോഗ്യരംഗത്ത് നമുക്കുള്ള ഒട്ടനേകം പ്രശ്നങ്ങളുണ്ട്, നാം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുള്ളൊരു പൊതു സംവിധാനമാക്കി മാറ്റാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ ചില ഘട്ടങ്ങളിൽ കുടുംബ ഡോക്ടർ എന്നൊരു സങ്കല്പത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചെടുത്ത് നല്ല മാതൃകയായിരുന്നു. പക്ഷേ അത് നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതൊന്നുകൂടി വികസിപ്പിച്ച് ഇത് പ്രാവർത്തികമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നിലവിലുള്ള ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ തൊട്ട് താഴോട്ടെടുത്താൽ അതിൻ്റെ എല്ലാ സൗകര്യങ്ങൾ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായ അല്ലാതെ തന്നെ ചില കാര്യങ്ങൾ നേരത്തെ ആരോഗ്യവകുപ്പ് തീരുമാനിച്ച് നടപ്പാക്കാൻ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാർ, രോഗികളെ പ്രധാനമായി കണ്ടുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം ആരോഗ്യരംഗത്ത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെല്ലാമുള്ള കാശ് എവിടുന്നാണ് എന്ന ചിന്ത സ്വാഭാവികമായിട്ട് വരും. ഓരോ മേഖലക്കും വലിയ കാശ് വേണമല്ലോ. അത് സ്വാഭാവികമായിട്ട് ഉയർന്നു വരാനുള്ള ഇടയുള്ളൊരു സംശയമാണ്. ഇതൊരു കേവലം ഒരു സർക്കാർ പദ്ധതി എന്ന നിലക്ക് നടത്തേണ്ട ഒന്നല്ല. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള പല പദ്ധതികളും നടപ്പാക്കേണ്ട ചുമതല വഹിക്കേണ്ടി വരിക. അപ്പോൾ അതിൽ ഇപ്പോൾ ശുചീകരണ പ്രവർത്തനം അല്ലെങ്കിൽ ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനം സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പ്രധാനമായും മുൻകൈയെടുക്കേണ്ടത്. അതിന് സഹായിക്കാൻ തയ്യാറുള്ളവരുണ്ടാകും. ആ സഹായിക്കാൻ തയ്യാറുള്ളവർ വ്യക്തികളുണ്ടാവും, പ്രസ്ഥാനങ്ങളുണ്ടാവും, സംഘടനകളുണ്ടാവും. സംഘടനകളെന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള സംഘടനകളുണ്ട്. മതപരമായി പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും ഇതിൽ പങ്കുചേരാൻ തയ്യാറാവും. അപ്പോൾ അത്തരം ആളുകളുടെ സഹായം സ്വീകരിക്കുന്നതിൽ നമ്മൾ അറച്ചു നിൽക്കേണ്ടതായിട്ടില്ല. അതിനൊരു സുതാര്യമായ സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിയും. സ്കൂളിൻ്റെ കാര്യത്തിൽ എല്ലാവരും സഹായിക്കാൻ തയ്യാറാവും. ആ സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സമിതിയുണ്ട്.
തദ്ദേശഭരണ സ്ഥാപനവും എം പിമാരുടെയും എം എൽ എമാരുടെയും പങ്കാളിത്തവും അവരുടെ വികസന ഫണ്ട് അതിലൊരു പങ്ക് നൽകലും പിന്നെ അവിടെ തന്നെയുള്ള ഇത്തരം കാര്യങ്ങളിൽ നല്ലതുപോലെ സഹകരിക്കാൻ തയ്യാറുള്ളവർ നമ്മുടെ നല്ല രീതിയിൽ സഹായിക്കുന്ന വിദേശത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അങ്ങനെയുള്ള എല്ലാവരുടെയും സഹായം ഇക്കാര്യത്തിൽ ലഭ്യമാണ്. ഇപ്പോൾ ആശുപത്രിയുടെ കാര്യമെടുത്താൽ ആശുപത്രിയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു വാർഡ് നിർമ്മിച്ചു കൊടുക്കാൻ ഒരു കൂട്ടർ തയ്യാറാകുന്നു, നമുക്കത് സ്വീകരിക്കാൻ കഴിയും. ഇങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങൾ നമുക്കതോ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനാവും. എന്നാൽ എല്ലാറ്റിനും കൃത്യമായ സുതാര്യത ഉറപ്പുവരുത്തും. അതിനുതകുന്ന സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല തരത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ നാടാകെ ഒന്നിച്ചിറങ്ങി ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ മിഷനുകളുടെ ഒരു മിഷൻ പ്രവർത്തനം എന്ന തരത്തിലാണ് ഇത് ഓരോന്നും അവതരിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഇവിടെ നല്ല രീതിയിൽ അവതരിപ്പിക്കും. അത് ചീഫ് സെക്രട്ടറി തന്നെ എല്ലാ കാര്യങ്ങളും ആദ്യഘട്ടത്തിൽ അവതരിപ്പിക്കുന്ന നില സ്വീകരിക്കും. നമ്മുടെ നിയമസഭാംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ ശരിയായ രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാകണമെന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അവതരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇത് ഇനി അങ്ങോട്ട് ഓരോ മണ്ഡലത്തിലും നടപ്പാക്കേണ്ടതാണ്. അപ്പോൾ ജില്ലയിൽ നടപ്പാക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തും അവിടെയുള്ള പൊതു സംവിധാനങ്ങളും എല്ലാം ഒന്നിച്ച് നിൽക്കുമെങ്കിലും മണ്ഡലത്തിൻ്റെ കാര്യങ്ങളിൽ ജനപ്രതിനിധികളെന്ന നിലക്ക് പ്രധാനമായ ചുമതല എം എൽ എമാർ തന്നെ വഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കൃത്യമായ ധാരണ നിയമസഭാംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അവതരണ പരിപാടി ഇന്ന് വെച്ചിട്ടുള്ളത്. 10-ാം തീയതി എല്ലാ ത്രിതല പഞ്ചായത്തുകളുടെ പ്രസിഡൻറ്റുമാരെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി അതും എന്താണ് ഈ പരിപാടി എന്ന് വിശദമായി അവതരിപ്പിക്കാനുള്ളതാണ്. അത് വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കും. ഇന്നിപ്പോൾ എം എൽ എമാരുടെ മുന്നിൽ വളരെ വിശദമായി അവതരിപ്പിക്കില്ല. കാരണം മറ്റേ പരിപാടി രാവിലെ തൊട്ട് ഏറെക്കുറെ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും. അതിങ്ങനെ അവതരിപ്പിച്ച് പോകുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആകെ സത്യമായിരിക്കും അവതരിപ്പിക്കുന്ന നിലയുണ്ടാവുക. അപ്പോൾ 10-ാം തീയതി പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാവരും ആ ദിവസവും ഉണ്ടാവണം. എല്ലാ എം എൽ എമാരും അതിൽ പങ്കെടുക്കാൻ സൗകര്യം ഉണ്ടാക്കണം എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയെ ക്ഷണിക്കുന്നു.